വെനിസ്വേലയിൽ നിന്നും എണ്ണ കൊണ്ടുപോയ മറ്റൊരു കപ്പൽ കൂടി പിടികൂടി അമേരിക്ക. ഉപരോധം മറികടക്കാൻ മറ്റു രാജ്യങ്ങളുടെ ടാങ്കറുകൾ ഉപയോഗിച്ച് വെനിസ്വേല എണ്ണ കടത്തുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കപ്പൽ US സൈന്യം പിടികൂടുന്നത്. ഇത്തരത്തിൽ എണ്ണ കടത്തുന്ന കപ്പലുകൾക്ക് നേരെ നടപടി തുടരുമെന്ന് ആഭ്യന്തര സുരക്ഷാ വിഭാഗം സെക്രട്ടറി ക്രിസ്റ്റ്യനോയം അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് തുടരുന്നുണ്ട്. ഐസൻ, വെനസ്വേലയിൽ നിന്നും എണ്ണ കൊണ്ടുപോയി മറ്റൊരു കപ്പൽ കൂടി അമേരിക്ക പിടികൂടിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ നടപടിക്ക് പിന്നിൽ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. അമൽ, തീർച്ചയായും നേരത്തെ, അതായത് വെനിസ്വേലയിൽ നിന്നും ഇത്തരത്തിൽ എണ്ണ കൊണ്ടുപോകുന്ന 12ഓളം കപ്പലുകൾക്ക് തങ്ങളുടെ പരിധിയിൽ പ്രവേശിക്കുന്നത് ഉപരോധിക്കുക, അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വെനിസ്വേലയിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നതിനെ, അനധികൃതമായി എണ്ണ കൊണ്ടുപോകുന്നതിനെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ കടത്തിക്കൊണ്ടുപോകുന്ന ആ നീക്കം നടത്തിയ ഒരു കപ്പലാണ് ഇപ്പോൾ വീണ്ടും പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സമാനമായ ഒരു കപ്പൽ പിടികൂടിയിരുന്നു. ഈ അല്ലെങ്കിൽ ഗ്രീസ് രജിസ്റ്റേർഡ് ആയ ഒരു കപ്പലാണത്. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് സഞ്ചരിക്കുക, ഈ സമുദ്രങ്ങളിലൂടെ യാത്ര നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു രീതി തുടർന്ന് അനധികൃതമായി നിരോധിക്കപ്പെട്ട എണ്ണ വിൽപ്പന വീണ്ടും ആരംഭിക്കുന്ന വെനിസ്വേലയുടെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് നേരിട്ടിടപെട്ട് ഈ കപ്പൽ തടയുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉൾപ്പെടെ കപ്പലിൽ എത്തിപ്പെടുകയും ഈ സൈനിക വിഭാഗം കപ്പലിൽ എത്തിപ്പെടുകയും കർശനമായി കപ്പലിന്റെ യാത്ര തടയുകയുമായിരുന്നു. ഈ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ തുടരുമെന്നാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള, ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ക്രിസ്റ്റ്യനോയം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. രണ്ടാമത്തെ കപ്പൽ കൂടി പിടികൂടിയിരിക്കുന്നു. ഇത്തരത്തിൽ വീണ്ടും കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ നിന്ന് പിടികൂടുകയാണെങ്കിൽ അത് വെനിസ്വേലയെ മറ്റു രീതിയിൽ പ്രതികരിക്കാനുള്ളൊരു കാരണമുണ്ടാക്കും. വെനിസ്വേലയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അനധികൃതമായി മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന് അമേരിക്കയിലേക്ക് എത്തിക്കുന്നു എന്ന ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ വെനിസ്വേലയിൽ ശക്തമായ സൈനിക നടപടികൾ വെനിസ്വേലയ്ക്കെതിരെ തുടരുമെന്ന ഒരു മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കരീബിയൻ കടലിൽ വൻ സൈനിക നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്ന് പോലും വെനിസ്വേലൻ പ്രസിഡന്റ് മഡൂറോയ്ക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം, നിക്കോളാസ് മഡൂറോയ്ക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കപ്പൽ തടഞ്ഞതിനെ നിരീക്ഷിക്കേണ്ടത്. വെനസ്വേലയിൽ നിന്നും എണ്ണ കൊണ്ടുപോയ മറ്റൊരു കപ്പൽ കൂടി അമേരിക്ക പിടികൂടി എന്ന വാർത്തയാണ് ഐസൻ ജോസ് പങ്കുവച്ചത്.